ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. ക്യാരറ്റും ഓട്സും എല്ലാം ചേർന്ന് വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ്. ഇതിൻ്റെ കൂടെ കറികൾ ചേർത്ത് കഴിക്കാം, പഴം ചേർത്ത് കഴിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഓട്സ് ക്യാരറ്റ് പുട്ട് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3/4 കപ്പ് ഓട്സ് ഒന്ന് പാനിൽ 2 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മിനിറ്റ് മതി, അതിൽ കൂടുതൽ വേണ്ട. പിന്നെ ആവശ്യത്തിന് തേങ്ങ എടുക്കുക. ഞാൻ തേങ്ങയുടെ അളവ് പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് തേങ്ങ ഇടയ്ക്ക് ഇടുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് തേങ്ങ മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഉണ്ടല്ലോ, ഇത് 2 മിനിറ്റിൽ കൂടുതൽ റോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മിനിറ്റിൽ കൂടുതൽ റോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല, അപ്പോൾ ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തതാണിത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്യാം. ഒന്ന് ഈ ഓട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടണം. ആ രീതിയിൽ നമ്മളൊന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സിയുടെ വലിയ ജാറിലാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചെറിയ ജാറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം പൊടിഞ്ഞു പോകും. അതുകൊണ്ട് വലിയ ജാറിൽ തന്നെ നമ്മളൊന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഓട്സ് നമ്മളൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ഏത് പാത്രത്തിലാണോ പുട്ടിന് പൊടി നനച്ചെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും നമ്മുടെ പുട്ടിന് ആവശ്യമായ ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ ചെറിയ അളവിൽ മാത്രം ഉപ്പ് ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ ഉപ്പ് കൂടിപ്പോകും. നമ്മുടെ ക്യാരറ്റിനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. നിങ്ങൾക്കിത് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കാം. പക്ഷേ ഓട്സ് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കുന്നതിനേക്കാൾ ഇതുപോലെ ചെറിയ തരികളായിട്ട് പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കൈ വെള്ളം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് വെള്ളമായി പോരുത്, നമ്മുടെ ക്യാരറ്റും കൂടി മിക്സ് ചെയ്യാനുള്ളതാണ്. ഓട്സ് ചൂടോടെ പൊടിക്കരുത് കേട്ടോ. ചെറിയൊരു ചൂട് മാറി വരുമ്പോൾ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഓട്സ് നനഞ്ഞ് കട്ടിയായാലും കുഴപ്പമില്ല, നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് വീണ്ടും ഒന്ന് പൾസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. ഓട്സിൻ്റെ നനവ് കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ കുക്കായി വരാൻ സമയം കൂടുതലെടുക്കും. കുക്കാവില്ല. ഓട്സ് കറക്റ്റ് എല്ലാ ഭാഗവും ഒരുപോലെ നനഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുക്കാവില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റ് എടുത്ത് വെച്ചിരിക്കുന്നുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ക്യാരറ്റിൻ്റെ ആ ഒരു നനവും കൂടി ചേർത്ത് വേണം നമ്മൾ ഓട്സിൻ്റെ നനവ് തീരുമാനിക്കാൻ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ കൂടുതൽ വെള്ളം ചേർക്കരുതെന്ന് പറഞ്ഞത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓട്സിൽ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓട്സും കൂടി ഇട്ടിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവ് തെറ്റിയത് കറക്റ്റ് ആയിക്കോളൂ കേട്ടോ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയെന്ന് വെച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1/4 കപ്പ് ഓട്സ് എടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇടുക, ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ഓട്സും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങയാണ്. കുറച്ച് തേങ്ങ ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് തേങ്ങ ചേർക്കുന്നുള്ളൂ. ഇത് ഒരു കുറ്റിപ്പുട്ടിനുള്ള അളവാണ് കേട്ടോ ഞാൻ ഈ ഒരു പറയുന്നത്. ഒരുപാട് പുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, ചെറിയൊരളവിലുള്ള പുട്ടിനുള്ള കാര്യങ്ങളാണിത് പറയുന്നത്. നിങ്ങളുടെ അളവിനനുസരിച്ച് വ്യത്യാസം വരുത്തുക ക്വാണ്ടിറ്റി. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് പുട്ടുണ്ടാക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓട്സൊക്കെ സോഫ്റ്റായി വരില്ല. ഓട്സൊക്കെ ഒന്ന് സോഫ്റ്റായി ഈ ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തെടുക്കാനാണ് നമ്മളൊരു 10 മിനിറ്റ് പറയുന്നത്. അപ്പോൾ 10 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചില്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ മിക്സ് നനച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. നിങ്ങൾക്ക് കൂടുതൽ സമയമുണ്ടെങ്കിൽ അരമണിക്കൂർ വരെ നനച്ച് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സാധാരണ പുട്ട് ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ പുട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് തേങ്ങ നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പുട്ടിൻ്റെ മിക്സ് ചെയ്ത് കണ്ടോ നന്നായിട്ട് ഇതുപോലെ വിട്ട് വീഴുന്നുണ്ട്. ഇതാണ് നമ്മുടെ പുട്ടിൻ്റെ നനവിൻ്റെ ഭാഗം. ഒരുപാട് കട്ടിയായി പോകരുത്. കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാകത്തിൽ നനയ്ക്കുന്നത്. ഇനി നമുക്കിത് സാധാരണ പോലെ ഇട്ട് കൊടുക്കുക. വീണ്ടും ഇടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും പുട്ടിന്. അത് നിങ്ങൾ ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഈ തേങ്ങ
പുട്ടിന് പൊടി നനയ്ക്കുമ്പോഴും ഇട്ട് കൊടുക്കുക, ഇടയ്ക്കും ഇട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. ഇനി ഞാൻ വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും ഫില്ല് ചെയ്യുക. പിന്നെ ഈ ഒരു പുട്ട് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുട്ടിന് ആവി വന്നു കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാരറ്റ് വേവിച്ചിട്ടില്ല, ക്യാരറ്റ് റോ ക്യാരറ്റാണ്. അതുപോലെ ഓട്സും ഒന്ന് കുക്കായി വരണ്ടേ. ഓട്സ് നമ്മൾ പൗഡർ പോലെ പൊടിച്ചൊന്നും എടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് ആവി വന്നു കഴിഞ്ഞിട്ട് 5 മിനിറ്റ്, ആവി വരുന്നതോടുകൂടി 5 മിനിറ്റ് അല്ല, ആവി വന്നു കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോഴാണ് പുട്ട് പെർഫെക്റ്റ് ആവുക. അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് കറക്റ്റാണ് അളവ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വീണ്ടും തേങ്ങ ചേർത്ത് കൊടുക്കുക. ആ തേങ്ങയുടെ ലെയർ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ പുട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. ആവി വന്നു കഴിഞ്ഞിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പക്ഷെ ഉടനെ തന്നെ പുട്ട് കുത്തിയെടുക്കരുത്. ഒരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് പൊടിഞ്ഞു പോകാതിരിക്കാനാണ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഇത് അരിപ്പൊടിയല്ല, ഗോതമ്പ് പൊടിയല്ല, ഓട്സ് ആണ്, പൗഡർ പോലെയല്ല. അതുകൊണ്ട് പുട്ട് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ 2 മിനിറ്റ് മാറ്റി വെച്ചിട്ട് പുട്ട് കുത്തിയെടുക്കുക. അപ്പോൾ ഞാൻ പുട്ട് വേവിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. പുട്ട് വേവിക്കുന്നത് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പുട്ട് കുക്കായി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പുട്ട് കുക്കായി കഴിഞ്ഞു, ഞാൻ എടുത്ത് വെച്ചു. അപ്പോൾ പുട്ടൊന്ന് ഇരിക്കും കേട്ടോ. നമ്മൾ സാധാരണ പുട്ട് വയ്ക്കുമ്പോൾ ഇത്ര ഉണ്ടാവും. ഒന്ന് കുക്കായി വരുമ്പോൾ കുറച്ച് ഒന്ന് താഴത്തേക്ക് ഇരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ പുട്ട് കുക്കായി എന്നറിയാനുള്ള എളുപ്പ വഴി. ഇനി നമുക്ക് പുട്ട് കുത്താം. നല്ല സൂപ്പറായിട്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ക്യാരറ്റ് പുട്ട് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ പുട്ട് പൊടിഞ്ഞു പോവില്ല. ഓട്സ് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്യാതെ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ പുട്ട് പൊടിഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.